ഇന്ന് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ള ഈ കോൺക്ലേവിൻ്റെ പുതുവായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ, പരിശുദ്ധ സഭയുടെ ഇത് സംബന്ധിച്ചുള്ള നിരീക്ഷണങ്ങൾ പ്രഖ്യാപനങ്ങളായി ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഉയർന്ന സാക്ഷരതയും പുരോഗമന മൂല്യങ്ങളും കൊണ്ട് പ്രശംസിക്കപ്പെട്ട കേരളം ഇന്ന് ഭയാനകമായ ഒരു മയക്കുമരുന്ന് പ്രതിസന്ധിയെ നേരിടുകയാണ്. സ്ഥിതിവിവരക്കണക്കുകൾ ഭയാനകമായ ചിത്രമാണ് വരയ്ക്കുന്നത്. 2024 2800ഓളം കുട്ടികൾ മയക്കുമരുന്ന് ചികിത്സാ കേന്ദ്രങ്ങളിൽ പ്രവേശിക്കപ്പെട്ടു. 104 സ്കൂളുകൾ മയക്കുമരുന്ന് ഹോട്ട്സ്പോട്ടുകൾ എന്ന നിലയിൽ ഔദ്യോഗികമായി തിരിച്ചറിയപ്പെട്ടു. 1140 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സമീപം ലഹരി ഉൽപ്പന്നങ്ങൾ വിനിമയം ചെയ്യപ്പെടുന്നു. 10 വയസ്സിന് താഴെയുള്ള 9% കുട്ടികൾ ലഹരി ഉൽപ്പന്നങ്ങൾ പരീക്ഷിക്കുന്നു. കുട്ടികളുടെ 70%, അതായത് 15 വയസ്സിന് മുമ്പ് ലഹരി പരീക്ഷിക്കുന്നവരായി മാറുന്നു. മദ്യപാനവും മയക്കുമരുന്ന് ഉപയോഗവും സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കോവിഡിന് ശേഷം ക്രൂരമായ കൊലപാതക ശ്രമങ്ങൾ 47% വർദ്ധിച്ചതായി കണക്കുകൾ കാണുന്നു. സൈബർ കുറ്റങ്ങളുടെ വർധനവ് ഞെട്ടിപ്പിക്കുന്നതാണ്. 330%. മദ്യമയക്കുമരുന്ന് പ്രതിസന്ധി ഒരു സാമൂഹിക പ്രശ്നമല്ല, അതൊരു പൊതുജന ആരോഗ്യ അടിയന്തരാവസ്ഥ കൂടി, അതായത് ഒരു പബ്ലിക് ഹെൽത്ത് എമർജൻസിയായാണ്. അമിതമായ പാശ്ചാത്യവൽക്കരണം, കുടുംബഘടനകളുടെ തകർച്ച, സമപ്രായക്കാരുടെ സമ്മർദ്ദം, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, ലഹരിയുടെ കൂടിക്കൊണ്ടിരിക്കുന്ന ലഭ്യത, മാറി മാറി വരുന്ന സർക്കാരുകളുടെ മറ്റു താല്പര്യങ്ങൾ എന്നിവ ഈ പ്രതിസന്ധിയുടെ കാരണങ്ങളായി കാണുന്നു. ലഹരിയോടുള്ള ആസക്തി ധാർമ്മിക പ്രശ്നത്തിനുപരിയായി ഒരു ആരോഗ്യ പ്രശ്നമാണ്. അമിതമായ പാശ്ചാത്യവൽക്കരണവും വ്യക്തിസ്വാതന്ത്ര്യവാദവും സാമൂഹിക സാംസ്കാരിക തകർച്ചയിൽ എത്തിച്ചിരിക്കുന്നു. ഇതിന് മാറ്റമുണ്ടാകണമെങ്കിൽ നഷ്ടപ്പെട്ടു പോയ സാമൂഹിക കൂട്ടായ്മകളും മുതിർന്നവരോടും അധ്യാപകരോടുമുള്ള ബഹുമാനവും പങ്കാളിത്ത ബോധവും പ്രോത്സാഹിക്കപ്പെടണം. മൊബൈൽ ഫോൺ, ഇൻ്റർനെറ്റ് അധിഷ്ഠിത ജീവിതത്തിന് പകരം കുടുംബ കേന്ദ്രിത ജീവിതം പുനഃസ്ഥാപിക്കേണ്ടിയിരിക്കുന്നു. മതങ്ങളും ആത്മീയതയും മുന്നോട്ട് വെക്കുന്ന ധാർമ്മിക അടിത്തറ പുനഃസ്ഥാപിക്കേണ്ടത് ആവശ്യമാണ്. സുഹൃത്തുക്കളുടെയും സമപ്രായക്കാരുടെയും സമ്മർദ്ദവും അവരെ അനുകരിക്കാനുള്ള പ്രവണതയും ലഹരി ഉപയോഗത്തിൻ്റെ പ്രധാന കാരണമാണ്. നേരിട്ട് എന്ത് കാണുന്നുവോ അത് അനുകരിക്കാനുള്ള പ്രവണത കുട്ടികൾക്കുണ്ട്. വേണ്ട എന്ന് പറയുവാൻ, ഇല്ല എന്ന് പറയുവാനും കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യണം. മാതാപിതാക്കൾ, അധ്യാപകർ, സെലിബ്രിറ്റികൾ, മതനേതാക്കന്മാർ എന്നിവർ ആരോഗ്യപരമായ ജീവിതത്തിലൂടെ കുട്ടികൾക്ക്, അടുത്ത തലമുറയ്ക്ക് മാതൃകയാവണം. മദ്യവും മയക്കുമരുന്നും വയലൻസും ആഘോഷിക്കപ്പെടുന്ന വിധത്തിലുള്ള മാധ്യമ ചിത്രീകരണങ്ങൾ നിയന്ത്രിക്കപ്പെടണം. സെൻസർ ബോർഡ് ഏജ് റേറ്റിംഗ്സ് നൽകുകയും അവ കർശനമായി പാലിക്കപ്പെടുകയും ചെയ്യണം. മാതാപിതാക്കൾക്കും അധ്യാപകർക്കും കുട്ടികളുടെ മേൽ ഉണ്ടായിരുന്ന സ്വാധീനം ഇന്ന് നഷ്ടമായിരിക്കുന്നു. അത് തിരികെ കൊണ്ടുവരേണ്ടത് സമൂഹത്തിൻ്റെ കെട്ടുറപ്പിനും മൂല്യങ്ങളുടെ സംരക്ഷണത്തിനും ആവശ്യമാണ്. അർത്ഥവത്തായ രക്ഷാകർതൃത്വം, മീനിങ്ഫുൾ പേരൻറ്റിങ്, മയക്കുമരുന്ന് ഉപയോഗം തിരിച്ചറിയൽ, അഡിക്ഷന് കൗൺസിലിംഗ് എന്നീ മേഖലയിലേക്കുള്ള പരിശീലനങ്ങൾ ക്രമീകരിക്കുവാനാകും. സ്കൂളുകളിൽ മയക്കുമരുന്നിന് 0 ടോളറൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും മയക്കുമരുന്ന് വിൽപ്പനക്കാരുടെ സ്വാധീനത്തിൽ നിന്നും എല്ലാ സ്കൂളുകളും ഇന്നും മുക്തമല്ല. അവിടെ അധ്യാപകർക്ക് ഫലപ്രദമായി ഇടപെടാൻ കഴിയും. മയക്കുമരുന്നിന് സ്വാധീനിക്കപ്പെട്ട വിദ്യാർത്ഥികളെ തിരിച്ചറിയുന്നതിനും അവരെ അതിൽ നിന്ന് മോചിപ്പിച്ച് സംരക്ഷിക്കേണ്ടതിനും അധ്യാപകർക്ക് കഴിയണമെങ്കിൽ അവരുടെ അധികാരം തിരികെ കൊണ്ടുവരേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. സമൂഹത്തിൻ്റെ പ്രതിരോധം ഒരു സുരക്ഷാ കവചമാണ്. പ്രാദേശിക നേതാക്കൾ, യുവജന സംഘടനകൾ, റെസിഡൻ്റ് അസോസിയേഷനുകൾ, അയൽക്കൂട്ടങ്ങൾ എന്നിവ സമൂഹത്തിൻ്റെ കാവൽക്കാരായി മാറണം. മയക്കുമരുന്ന് ശൃംഖലയെ തകർക്കുവാൻ തക്കവണ്ണം ഭരണ നിയമനിർമ്മാണ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ട്. നിയമങ്ങൾ ഉണ്ടാകുന്നതിനോടൊപ്പം അവ മുഖം നോക്കാതെ നടപ്പിലാക്കുവാൻ സർക്കാർ സംവിധാനങ്ങൾ കൂടുതൽ നിരന്തരമായ ജാഗ്രത പുലർത്തണം. പോലീസ്, എക്സൈസ് വകുപ്പുകളുടെ പ്രവർത്തനങ്ങളിലും കോടതി നടപടിക്രമങ്ങളിൽ ഉണ്ടാകുന്ന കാലവിളംബവും ഒഴിവാക്കുവാൻ കഴിഞ്ഞാൽ മാത്രമേ നീതിന്യായ വ്യവസ്ഥ നീതിപൂർണമാവുകയുള്ളൂ. മദ്യവിൽപ്പനയിൽ നിന്നുള്ള വരുമാനം സർക്കാരിൻ്റെ പ്രധാന സാമ്പത്തിക സ്രോതസ്സാണ്. എന്നാൽ സർക്കാരുകൾ മാറി മാറി വരുമ്പോൾ പൊതുനന്മയെ ലക്ഷ്യമാക്കി മാത്രം മദ്യനയം രൂപീകരിക്കുകയാണ് വേണ്ടത്. ഒരു വശത്ത് മദ്യവിൽപ്പന പ്രോത്സാഹിപ്പിക്കുവാൻ നടപടികൾ എടുക്കുകയും മറുവശത്ത് മദ്യത്തിനെതിരെയുള്ള ബോധവൽക്കരണം നടത്തുകയുമാണ് സർക്കാർ ചെയ്യുന്നത്. ഈ വിരോധാഭാസം ആത്യന്തികമായി യാതൊരു പ്രയോജനം ഉണ്ടാക്കുകയില്ല എന്ന് മാത്രമല്ല, ഇക്കാലം അത്രയും നടത്തിയ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ കൊണ്ട്
സമൂഹത്തിന് എന്ത് പ്രയോജനമുണ്ടായി എന്നുള്ളൊരു കണക്കെടുപ്പ് നടത്തുന്നത്, ഒരു ഓഡിറ്റിംഗ് നടത്തുന്നത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. മദ്യമരുന്ന് ആസക്തിയുടെ മറഞ്ഞിരിക്കുന്ന കാരണം മാനസികാരോഗ്യ പ്രശ്നങ്ങളാണെന്നും ഇന്ന് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഡോക്ടർ ദിവ്യ എസ് അയ്യർ സൂചിപ്പിച്ചതുപോലെ അധ്വാന ശില്പശാലകൾ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് അടിയന്തര ആവശ്യങ്ങളിലൊന്നാണ്. കുടുംബ ബന്ധങ്ങൾ വളരണം. സ്വർഗാത്മകത പ്രാധാന്യം നൽകി മതങ്ങളായാലും സംഘടനകളായാലും അത് പ്രാധാന്യത്തോടുകൂടി നടപ്പിലാക്കണം. കേരളത്തിൻ്റെ മയക്കുമരുന്ന് പ്രതിസന്ധിക്ക് കാരണമായ സാമൂഹ്യ ഇടപെടലും ശ്രദ്ധയും ആവശ്യമാണ്. കുടുംബങ്ങളിൽ നിന്ന് ജീവിത മൂല്യങ്ങൾ കുട്ടികൾക്ക് ലഭിക്കണം. സ്കൂളുകൾ മൂല്യങ്ങളുടെ സംരക്ഷകരാവണം. നമ്മുടെ സാംസ്കാരിക പാരമ്പര്യങ്ങളും മതങ്ങൾ മുന്നോട്ട് വെക്കുന്ന ധാർമ്മികതയും പുനഃസ്ഥാപിക്കപ്പെടണം. മയക്കുമരുന്ന് മാഫിയയെ തകർക്കുവാനുള്ള ആത്മാർത്ഥമായ ശ്രമം ഭരണാധികാരികളുടെ ഭാഗത്തു നിന്ന് കൃത്യമായി ഉണ്ടാകണം. കേരളത്തിൻ്റെ ഭാവി ശോഭനമാകണമെങ്കിൽ ഇപ്പോഴത്തെ തലമുറയും വരുന്ന തലമുറയും രക്ഷിക്കപ്പെടേണ്ടതുണ്ടെങ്കിൽ ഇത് പ്രവർത്തിക്കുവാനുള്ള സമയമാണ്. പ്രവർത്തിക്കുവാനുള്ള ആഹ്വാനത്തോടെ നിർത്തുന്നു.